സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിൽ ഇന്ന് നമ്മെ സഹായിക്കുന്നു വെരി റവറൻഡ് ഡോക്ടർ മോൺസിഞ്ഞോർ നിക്കോളാസ്, പാളയം ഫൊറോന വികാരി. നവംബർ 9 ലാത്തറൻ മഹാദേവാലയ പ്രതിഷ്ഠാ തിരുനാൾ. ഇന്നത്തെ വേദപുസ്തക വായനകൾ എസെക്കിയേൽ 47 അധ്യായം 1 മുതൽ 2 വരെയും 8 മുതൽ 9 വരെയും 12 തിരുവചനങ്ങൾ. സങ്കീർത്തനം 46, കൊറിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 9 മുതൽ 11 വരെയും 16 മുതൽ 17 വരെയും, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം 13 മുതൽ 22 വരെയുമുള്ള വചനഭാഗങ്ങൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ലാത്തറൻ കുന്നിൽ സ്ഥാപിച്ച ദൈവാലയമാണ് നാം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ലാത്തറൻ മഹാദേവാലയ പ്രതിഷ്ഠ. 12 നൂറ്റാണ്ടിലെ ചരിത്രരേഖയിൽ നിന്ന് ഈ ദൈവാലയം നവംബർ 9 ദൈവത്തിന് പ്രതിഷ്ഠിച്ചു എന്നാണ് കാണുന്നത്. ഈ തിരുനാൾ ആദ്യകാലങ്ങളിൽ റോമാ നഗരം മാത്രമാണ് ആഘോഷിച്ചിരുന്നത്. എന്നാൽ ഈ ദൈവാലയം റോമാ നഗരത്തിൻ്റെയും ലോകം മുഴുവൻ്റെയും മാതൃദൈവാലയമായതുകൊണ്ട് സാർവത്രിക സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. ഈ ആഘോഷം വഴി പരിശുദ്ധ സിംഹാസനത്തോടുള്ള വിധേയത്വവും വ്യക്തിഗത സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയും പ്രകാശമാനമാകുന്നു. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് പോലെ ഈ ദൈവാലയം മുഴുവൻ സ്നേഹസമൂഹത്തെയും നയിക്കുന്നു. ലാറ്ററൻ മഹാദേവാലയത്തിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയങ്ങളാകണം. നാം ഓരോരുത്തരും കരുണയുടെ നിക്ഷേപങ്ങളായി നിത്യജീവിതത്തിലേക്ക് ജനിച്ചത് ദൈവാലയത്തിൽ വച്ച് ലഭിച്ച ജ്ഞാനസ്നാനത്തിലൂടെയാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് മനസ്സിലാകും. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ ഛായയിൽ നമ്മുടെ ആത്മാവിൽ ദൈവം വസിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നമ്മൾ തന്നെ. ദൈവം തൻ്റെ കരുണയാൽ നമ്മെ തൻ്റെ വാസസ്ഥലമാക്കി. നമ്മൾ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. ദൈവാലയം പ്രഭാപൂരിതമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളും കുറ്റമറ്റതും പ്രകാശപൂരിതങ്ങളുമായിരിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കട്ടെ എന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. നാം ദൈവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നമ്മുടെ ഇടയിൽ നമ്മോടൊപ്പം വസിക്കുന്നു. ദൈവാലയം സ്വർഗത്തിൻ്റെ ചെറുപതിപ്പാണ്. കളങ്കമറ്റ കൈകളും നിർമ്മല ഹൃദയങ്ങളും ഉള്ളവരും കള്ളസത്യം ചെയ്യാത്തവരും മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവരുമാണ് ദൈവാലയത്തിൽ പ്രവേശിക്കാൻ യോഗ്യരെന്ന് 24 സങ്കീർത്തനം 3 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് കച്ചവടം അവസാനിപ്പിക്കാം. കച്ചവടം ലാഭം ലക്ഷ്യം വയ്ക്കുമ്പോൾ കാപട്യം കൂടെ വന്നുവെന്ന് വരാം. ദൈവാലയവും നമ്മളും പ്രാർത്ഥനാലയങ്ങൾ എന്ന് ഓർക്കാം. ദൈവഹിതം നിറവേറ്റലാണ് പ്രാർത്ഥന. മംഗളവാർത്തയിലെ മറിയവും ഗെത്സമനയിലെ യേശുവും പ്രാർത്ഥനയ്ക്ക് നമുക്ക് മാതൃകകളാണ്. ദൈവഹിതത്തിനെതിരായുള്ളതെല്ലാം കള്ളവും കാപട്യവുമാണ്. അതിൽ അഭയം പ്രാപിച്ചാൽ ദൈവാലയവും അതിൻ്റെ പ്രവർത്തനങ്ങളും നാമാകുന്ന ദൈവാലയങ്ങളും കള്ളന്മാരുടെ ഗുഹയായി മാറും. യേശുവിൻ്റെ ജീവദായകമായ സ്വരം ശ്രവിക്കാം.
പുറത്തു വരിക, ബന്ധനങ്ങൾ അഴിക്കുക, സ്വതന്ത്രനാവുക. മനുഷ്യരോടൊപ്പം ദൈവത്തിൻ്റെ കൂടാരമിതാ. യഥാർത്ഥ മനുഷ്യനിൽ, യഥാർത്ഥ ആലയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.